നിമിഷപ്രിയയുടെ മോചനം അധികം വൈകാതെ ഉണ്ടാകുന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ നിമിഷപ്രിയയെ മോചിപ്പിച്ചു, വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള വാർത്തയൊക്കെ വന്ന് ഇനി അടുത്ത മോചനത്തിലേക്ക് കടക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ അറിയുന്ന വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കാൻ പോകുന്നു. അതായത് അവിടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നു, വധശിക്ഷ നടപ്പിലാക്കണം, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണം, അതിൽ ഒരു ഉദാസീനത കാണിക്കരുത്, അത് നീട്ടിവെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പാണെന്നാണ് അറിയുന്നത്. ആരാണ് ശരിക്കും ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണം എന്നാവശ്യപ്പെടുന്നത്? അതായത് നമുക്കറിയാം, യമനിൽ ഈ പറഞ്ഞ സന ജയിലും കോടതിയൊക്കെയുള്ള ആ ഏരിയ മുഴുവൻ ഹൂത്തികളുടെ കയ്യിലാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു എന്നൊരു വാർത്ത വലിയ ആഗോളതലത്തിൽ വലിയ പ്രാധാന്യം കിട്ടിയിട്ടുള്ളൊരു വാർത്തയാണ്. താൽക്കാലികമായിട്ടാണ് മരവിപ്പിച്ചത് എങ്കിൽ പോലും ആ ഒരു വാർത്തയ്ക്ക്, അതായത് ഇന്ന് നടക്കേണ്ടിയിരുന്ന ഒരു വധശിക്ഷ ഇന്നലെ മരവിപ്പിക്കുക എന്നുള്ളപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഒരു വേൾഡ് തലത്തിൽ തന്നെ ചർച്ചയാവുന്ന ഒരു തീരുമാനത്തിനാണ് തുടക്കമിട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം വന്ന അന്ന് മുതൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നു, ശേഷം ഇവരെ മരവിപ്പിച്ചേക്കാം, ദിയാദനം വാങ്ങിച്ചിട്ട് ഇവരെ പറഞ്ഞു വിട്ടേക്കാം എന്ന കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചർച്ചയാണ്. പക്ഷേ നമുക്കറിയാം, ഒരു മതരാഷ്ട്രത്തിൽ അവരെ ഇങ്ങനെയുള്ള കേസുകൾ, പ്രത്യേകിച്ച് യമനിലൊക്കെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരാളെ കൊന്നത് അതേപോലെ തന്നെ തിരിച്ച് ആ കൊലയാളിയും കൊല്ലണം എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രമാണ് യമനൊക്കെ. ആ രീതിയിലാണ് ഇതിന് മുമ്പൊക്കെ ഉണ്ട്. കല്ലെറിഞ്ഞ് വന്നതാണെങ്കിൽ തിരിച്ച് അതുപോലെ കല്ലെറിഞ്ഞ് കൊല്ലുക, തല വെട്ടിയതാണെങ്കിൽ തല വെട്ടുക എന്നുള്ള രീതിയിൽ ആ ഒരു രീതികളിൽ തന്നെയാണ് അവിടെ ഇതുവരെ തുടർന്നു പോയിട്ടുള്ളതും. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു അന്യദേശക്കാരിയായ ഒരാൾ സ്വന്തം രാജ്യത്ത് വന്നിട്ട് ഒരാളെ, നമ്മുടെ പൗരനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവർക്കൊരു ശിക്ഷ വിധിക്കുന്നു. വധശിക്ഷ എന്ന് പറയുന്ന ഏറ്റവും എന്താ പറയുക, അവസാനത്തെ ഒരു ശിക്ഷ, അതിനപ്പുറം വേറെ ശിക്ഷയില്ല, അത് ആ ഒരു ശിക്ഷ വിധിക്കുന്നു അവർക്ക്. ആ ശിക്ഷ വിധിച്ച് പക്ഷേ വേറെ പല സൈഡിൽ നിന്നുള്ള ഇടപെടലുകൾ കൊണ്ട് സ്വന്തം രാജ്യത്തെ പൗരനെ കൊന്ന ഒരാൾക്ക് ശിക്ഷ വിധിച്ച കോടതി തന്നെ ആ ശിക്ഷ മരവിപ്പിക്കുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും തലയിൽ മതം കയറി നിൽക്കുന്ന ഇങ്ങനെയുള്ള കുറേ ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ അവിടെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. അതായത് ഈ യമൻ പൗരനെ കൊലപ്പെടുത്തിയ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകണം എന്നാണ്. അതിൽ നിന്ന് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ വരും ദിവസങ്ങളിലേക്ക് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് നമുക്ക് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മതരാഷ്ട്രമായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വൈകാരികമായ ഒരു വിഷയമായിട്ട് ഈ തലാലിൻ്റെ മരണത്തെ അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തലാൽ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, അവരുടെ മതവിഭാഗത്തിൽപ്പെട്ട, അവരുടെ രാജ്യത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അങ്ങനെ അവരോടൊപ്പം നിൽക്കുന്ന ഒരാളെ കൊല ചെയ്ത ഒരു സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, അവരൊരാൾക്ക് അവരുടെ കോടതി തന്നെ വധശിക്ഷ വിധിക്കുന്നു. ആ വിധിച്ച വധശിക്ഷ റദ്ദ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കൂടെയുള്ള ഒരാളെ കൊന്ന ആളെ അതുപോലെ തന്നെ കൊല്ലണം, അത് അത്ര മാത്രമേ ഉള്ളൂ അവർക്ക് തീരുമാനം. അതിനപ്പുറത്തേക്ക് വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും അവർ തയ്യാറല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതിന് തൊട്ട് പിന്നാലെ അവിടുത്തെ മതപണ്ഡിതൻ അവിടെ ഒരു യോഗം വിളിച്ചു എന്ന കാര്യമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ യോഗത്തിൽ തലാലിൻ്റെ ഒരു സഹോദരനാണ് പങ്കെടുത്തിരുന്നത്. പക്ഷേ തലാലിൻ്റെ മറ്റു കുടുംബ അംഗങ്ങൾക്ക് ഇത് ദിയാദനം വാങ്ങിച്ചിട്ട് ഈ കേസിൽ നിന്ന് ഒഴിവാകാൻ അവർക്ക് താല്പര്യമില്ല എന്ന രീതിയിലുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ തലാലിൻ്റെ കുടുംബം ഇവർക്ക് മാപ്പ് നൽകാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ കേസ് പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അത് എത്ര നാളത്തേക്കാണ് നീട്ടിവെച്ചത്, അത് ഇനി എന്ത് തീരുമാനമുണ്ടാകും എന്ന കാര്യമൊക്കെ ഒരു പ്രതിസന്ധിയിലേക്കാകും. പറ്റുമെങ്കിൽ ഈ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ നിമിഷപ്രിയയെ എത്രയാണോ ഇവർ ചോദിച്ച തുക അത് കൊടുത്ത് എഴുതി വാങ്ങിച്ച് അവിടുന്ന് മോചിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ല കാര്യം. ആക്ഷൻ കൗൺസിലും മറ്റ് ഇവിടെ നിന്ന് ഇടപെടുന്ന സംഘടനകളും രാഷ്ട്രീയ നേതാക്കന്മാരും സർക്കാരും എല്ലാം കൂടി ചേർന്ന് വളരെ പെട്ടെന്നൊരു ഉചിതമായൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അത് നല്ലതായിരിക്കും. എന്ത് തോന്നുന്നു പ്രിയന്? അതായത് ഈ അറബ് രാജ്യങ്ങളുടെ പ്രത്യേകത പറഞ്ഞതുപോലെ തന്നെ ശരീഅത്ത് നിയമമാണ്. ശരീഅത്ത് നിയമത്തിന് വേറെ ഒരു കുഴപ്പം കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ നടപ്പിലാക്കുന്നതിനെ പുനഃപരിശോധിക്കാനുള്ള സംവിധാനം ഉള്ളതുപോലെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ശിക്ഷ പുനഃപരിശോധിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ പറയുന്ന ശിക്ഷ വീണ്ടും നടപ്പിലാക്കാൻ നമ്മുടെ ഇവിടെ പുനഃപരിശോധിച്ച് റദ്ദാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല റദ്ദാക്കിയതിന്. പക്ഷേ അവിടുത്തെ നിയമം അങ്ങനെയല്ല. ശിക്ഷ ഒരു തവണ റദ്ദാക്കി ഇതെല്ലാം മാറ്റിവെച്ചു, ഓക്കെ വേണ്ട എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വേണമെങ്കിലും ആ കുറ്റം ആരോപിച്ച് വീണ്ടും ആ ശിക്ഷയിലേക്ക് കൊണ്ടുപോകാനൊക്കെ കഴിയും. അത് വലിയ രീതിയിലുള്ള ഒരു നിയമത്തിൻ്റെ ഒരു സങ്കീർണതയും പ്രശ്നമൊക്കെയാണ്.
ആ ഗൾഫ് രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു വ്യത്യാസം, നിയമത്തിൻ്റെ ഒരു വ്യത്യാസം ഒരു തവണ റദ്ദാക്കിയാലും അത് വീണ്ടും നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ച് നടപ്പിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വിജേഷ് പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇത് ദിയാധനം നൽകി പണം കൊടുത്ത് ഈ പറയുന്നത് എഴുതി വാങ്ങിച്ച് ശിക്ഷ റദ്ദാക്കിയ ആളെ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം അബ്ദുൾ റഹീമിൻ്റെ മോചനം അറിയാമല്ലോ സൗദി അറേബ്യയിൽ, അത് ശിക്ഷയൊക്കെ റദ്ദാക്കിയതാണ്. പക്ഷേ ശിക്ഷ റദ്ദാക്കിയിട്ട് മോചിപ്പിക്കാനായിട്ട് കാലങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും 1 വർഷത്തോളം എടുക്കും മോചനത്തിന് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അവസാനമായി ലഭിച്ച വിവരം. അങ്ങനെ നീണ്ട് ഈ കാര്യങ്ങൾ പോകും. ഇത് ഈ ശരീഅത്ത് നിയമത്തിൻ്റെ പ്രശ്നമാണ്. ശരീഅത്ത് നിയമം വീണ്ടും പുതിയ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കും. ഇതിലങ്ങനെ മറ്റു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, വേറെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും ശിക്ഷയ്ക്ക് അർഹനാണോ, മറ്റെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഇത് പല തരത്തിൽ ഈ പറയുന്ന ശിക്ഷയുടെ തലങ്ങൾ ഇവർ അന്വേഷിക്കും. അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിൽ കൂടെ ഇവരുടെ പലരുടെയും ഇന്ന് ഒപ്പീനിയനുകളൊക്കെ എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ വിട്ടയക്കുന്നതിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതെല്ലാം ചോദിച്ച് ഈ മത നിയമങ്ങൾ ഇങ്ങനെ വീണ്ടും ആവർത്തിച്ച് പരിശോധിക്കും. അതിൻ്റെ കാര്യങ്ങൾ വീണ്ടും നോക്കും. പല ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കും. പല പേരുടെ ഈ പറയുന്ന തീരുമാനങ്ങൾ എന്താവണം എന്നുള്ളതിനെ കുറിച്ച് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം മാത്രമാണ് ഇവർ ഈ മോചനത്തിലേക്ക് എത്തുന്നത്. അല്ല, അത് മാത്രമല്ല ഈ തലാലിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഏകോപിപ്പിച്ച ഒരു അഭിപ്രായം കൂടെ വരണം. ഇല്ല, അതായത് തലാലിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലാലിൻ്റെ ഭാര്യ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ വലിയ കുടുംബമാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ പല പൊസിഷനാണ് ഈ കാര്യത്തിനകത്ത് എടുത്തിരിക്കുന്നത്. തലാലിൻ്റെ സഹോദരനാണ് ഏറെക്കുറെ ഈ പറയുന്ന ശിക്ഷ ദിയാധനത്തിന് റെഡിയായിട്ടുള്ള ആൾ. പക്ഷേ ഭാര്യയുടെ അഭിപ്രായം എന്താണ് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കാര്യം വെളിയിൽ വന്നത് ഇത്രയാണ്, അവർക്ക് ശിക്ഷ നടപ്പിലാക്കണമെന്നവർ പറഞ്ഞതായിട്ട് ഉള്ള ഇത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഓരോ സ്ഥലത്തും ഉണ്ടായിരിക്കുന്നത്. അത് ഒരു കൃത്യതയോടുകൂടി ഏകോപിപ്പിച്ച് അവരൊരുമിച്ച് നമ്മൾ ഈ ഷാർജ ടു ഷാർജ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ല? ആ സിനിമയ്ക്കകത്ത് അറിയാമല്ലോ, കുറേ ബന്ധുക്കൾ കുറേ പേരുടെ ഒപ്പൊക്കെ വാങ്ങിച്ചിട്ടാണ് അതിൽ പോകുന്നത്. അതുപോലെയാണ് ഇതിലെ കാര്യവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ പറയുന്ന കൃത്യമായിട്ട് നിയമവ്യവസ്ഥയ്ക്കകത്തൂടെ കൃത്യമായ രീതിയിൽ അവരുടെ സമ്മതം വാങ്ങിക്കുകയാണ്. ദിയാധനം വാങ്ങിച്ചുകൊണ്ട് ശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സമ്മതം വാങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ ഏറെക്കുറെ പരിഹാരമാകും. അതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘട്ടം. അതിനപ്പുറത്തേക്ക് ഇനി മറ്റൊന്നുമില്ല, മറ്റൊരു ഓപ്ഷനും ഇല്ല എന്നുള്ളതാണ്. അല്ല, അവർ അന്തിമമായിട്ട് എത്രയാണ് ദിയാധനം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതാണ് ഈ പറയുന്ന അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമില്ലാത്ത കുട്ടിയായിരുന്നു. അപ്പോൾ പിടിച്ച് തള്ളുക എങ്ങാണ്ടാണ് ചെയ്തത്. ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു ഈ പയ്യൻ. നമ്മൾ ഈ പറയുന്ന ഗദ്ദാമ സിനിമയിൽ കണ്ടില്ലേ, അതുപോലെയാണ്, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അങ്ങനെ ഉപദ്രവിച്ചപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒന്ന് പിടിച്ച് തള്ളുകയോ അങ്ങനെ കണ്ടതൊക്കെ തട്ടി മാറ്റുക എങ്ങാണ്ട് ചെയ്തപ്പോൾ ഈ ഡോർ തുറന്ന് വെളിയിലേക്ക് എങ്ങാണ്ട് പോയതാണ് വണ്ടിയിൽ നിന്ന്. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. അപ്പോൾ യാദൃശ്ചികമായിട്ടുണ്ടായിരുന്ന അപകടം നേരിട്ട് ചെയ്ത ഒരു കൊലപാതകമോ കുറ്റമോ ഒന്നുമല്ല. അത് ഒരു അപകടമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അപകടമായിരുന്നു. അത് കൊലപാതകമായിട്ട് വ്യാഖ്യാനിച്ചാണ് അവർ ഈ പറയുന്ന ശിക്ഷയിലേക്കൊക്കെ പോയത്. അതിൽ നിന്ന് പിന്നെ മോചിപ്പിക്കപ്പെട്ടു. പക്ഷേ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിനകത്ത് ഈ പറയുന്ന കുറ്റം ആരോഗ്യപ്പെടുകയും എല്ലാ തെളിവുകളും അവർക്കെതിരാവുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന അവർ ഇങ്ങനെ ചെയ്യാത്ത കുറ്റം ഏൽക്കേണ്ടി വന്നു എന്ന് പറയുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതാണ്. അവിടെ ഒരു പ്രശ്നമുണ്ടായി, ഈ പറയുന്ന ഒരു പ്രക്ഷോഭമൊക്കെ പോയി, ഈ ആൾക്കാർ സംഘടിക്കുന്നതിനൊക്കെ മുമ്പ് അവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തുക. അതല്ലാതെ ശാശ്വതമായ മറ്റൊരു പരിഹാരം ഇതിലില്ല. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്നുള്ളത് ഇതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.